എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശബരിമല യുവതീ പ്രവേശനത്തിന് സർക്കാരിന്റെ മാറിയ നയം, അതായത് ആചാര സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കാനുള്ള തീരുമാനം പ്രതിഫലിക്കുമെന്നുള്ളതാണ്. ജനറലി നമ്മൾ പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്, അതായത് ഒരു വിഷയം ഒരു തെരഞ്ഞെടുപ്പിലെ ഇമ്പാക്ട് ഉണ്ടാക്കുള്ളൂ. അതങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ അതിന്റെ ഇമ്പാക്ട് ഉണ്ടായിക്കഴിഞ്ഞു, അതുകൊണ്ട് രണ്ടാമത് ഒരേ വിഷയം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കില്ല എന്നാണ്. അതൊരു തിയറിയായി അവതരിപ്പിക്കുന്നതാണ്. തനേഷിന്റെ അഭിപ്രായം എന്താണ്? ഇക്കാര്യത്തിൽ NSS എടുത്തിരിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ളൊരു വിജയം എന്ന് പറയുന്നത്. NSSനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. ഈ ആചാര സംരക്ഷണ സമരം ഉണ്ടാകുന്നത് NSS ആണ് തുടങ്ങി വെക്കുന്നത്. അത് പിന്നീട് BJP ഏറ്റെടുക്കുന്നു, കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. അങ്ങനെ അത് വലിയൊരു പ്രക്ഷോഭമായി മാറുന്നു. അതിന്റെ ഗുണഭോക്താക്കളായത് പിന്നീട് വന്ന UDF, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ആണ്. അത് അവിടെ അവസാനിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റ തവണ അത് ഇമ്പാക്ട് ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം വീണ്ടും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരുന്നു. അതിന് തൊട്ടു മുൻപുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് തൂത്തുവരുന്നു LDF. അങ്ങനെയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റൊരു വിഷയം കൂടി വന്നിരിക്കുന്നു. സ്വർണ്ണ കൊള്ളക്കേസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് എങ്ങനെ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യേണ്ടത്. അതായത് അതിലൊരു നേരത്തെ ഉണ്ടായിട്ടുള്ള അത് ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. അത് വളരെ വൈകാരികമായ വിഷയമാണ്. അത് അത്രത്തോളം വൈകാരികമായി തെരുവുകളിൽ നിറഞ്ഞു നിന്ന വിഷയമാണ്. പക്ഷേ വിശ്വാസ പ്രശ്നമാണ്. ഇതൊരു കൊള്ളയുടെ പ്രശ്നമാണ്. ഈ ഒരു കൊള്ളയുടെ പ്രശ്നത്തിൽ അത്ര വലിയ വൈകാരികത ഉണ്ടാക്കാൻ എത്ര ശ്രമിച്ചാലും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഉണ്ടാകുമെന്നാണ് തനേഷ്. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ഫലം, കാരണം എക്കാലവും ഇടതുമുന്നണിക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്നതാണ് സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി തന്നെ ഇതിന്റെ ഒരു സൂചനയായിരുന്നു. അതുകൊണ്ടാണ് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അതിൽ ഒരു ഘടകം മാത്രമാണ് ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസ് എന്ന് പറയുന്നത്. അല്ലാതെ സ്വർണ്ണക്കൊള്ള കേസിന്റെ പേരിൽ തൂത്തുവാരി വലിയ ഘടകമായിരുന്നു. നാടെമ്പാടും ഈ സ്വർണം ആരപ്പ എന്നുള്ള അതിന്റെ ശരിതെറ്റൊക്കെ പിന്നീട് പരിശോധിക്കാം. പക്ഷെ അതെമ്പാടും അലയടിച്ചിരുന്നു. അതിന്റെ ഒരു പ്രതികരണം അങ്ങനെ ഈ വിഷയം വലിയ രീതിയിൽ ഉന്നയിക്കാനുള്ള ശ്രമം BJPയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ്. അത് ആളുകളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വിഷയങ്ങളിൽ പല കാരണങ്ങളാൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അതിന്റെ പ്രതിഫലനമുണ്ടായി. പക്ഷേ പല സ്ഥലങ്ങളിലും അത് ഈ ഹിന്ദു വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അത് മറ്റ് സമുദായങ്ങളിൽ പെട്ടവർ പോലും ആ നിലയിൽ മാറി ചിന്തിക്കുന്നതിന് അതൊരു പ്രേരണയാണ്. ഞാനിപ്പോഴും പറഞ്ഞത് കൊള്ളയെ വളരെ പേഷ്യന്റ് ലിസണർ. പക്ഷേ എനിക്ക് ചെറിയൊരു ഇതുണ്ട്. ഒരു നമുക്ക് അടുത്തൊരു ഞാനൊരു ചെറിയ കമന്റ് പറഞ്ഞത് അവസാനിപ്പിക്കാം. അത്രയും മതി. അതായത് ഞാൻ അതിന്റെ മറ്റുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതിന് പൂർണ്ണമായും അഭിപ്രായം പറയാനുള്ള ഒരു അവസരം നമുക്ക് മുന്നിലേക്ക് വന്നിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമാണ് കഴിഞ്ഞത്. അതിൽ പ്രതിഫലിച്ചത് പല ഘടകങ്ങളാണ്. അതെന്താണ് എന്നുള്ളത് പൂർണ്ണമായി അത് മറ്റൊരു ചിത്രമാണല്ലോ. പക്ഷേ ശബരിമല വിഷയമുണ്ടല്ലോ, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ ബോധ്യം. 2019 തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ അതിന് ആധാരമായി പറയുന്നതെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതേ റിസൾട്ടാണ് ആവർത്തിക്കുന്നത്. ഒരു ശബരിമലയും ഉണ്ടായിട്ടല്ല. 2019 ശേഷം തൊട്ടടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട സർക്കാർ വിരുദ്ധ വികാരം, സർക്കാരിന്റെ സ്റ്റാൻഡിനോടുള്ള വികാരമായിരുന്നു. 2019 തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന അവസ്ഥയല്ല. പിന്നീട് 2021 എത്തിയപ്പോൾ അപ്പോഴേക്ക് അത് CPM നേതാക്കൾ തന്നെ വീടാന്തരം കയറിയിറങ്ങി ശബരിമല വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടിൽ ക്ഷമചോദിക്കും മട്ടിൽ വിശദീകരണവുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.